ഏവരും കാത്തിരിക്കുന്നത് പുണ്യജ്യോതി തെളിയുന്ന നിമിഷത്തിലേക്കാണ്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്ന ആ ഒരു കാഴ്ച കണ്ട് സായുജ്യമടയുന്നതിനാണ് ഭക്തജന ലക്ഷങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. മിഥുനയ്യപ്പൻ സന്നിധാനത്തെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അവിടെ തീർത്ഥാടകർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എത്തിയ തീർത്ഥാടകർ തിരികെ മടങ്ങാതെ ഈ ഒരു നിമിഷം മകരവിളക്ക് നേരിൽ കാണുന്നതിന്, പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി കാണുന്നതിന് സന്നിധാനത്ത് കാത്തു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്ത് കൊടിമരത്തിന് തൊട്ടു താഴെയാണ്. ഇവിടെ വളരെ നിയന്ത്രിതമായി മാത്രമേ ഇന്ന് ഭക്തജനങ്ങളെ, അതുപോലെ തന്നെ ഈ ഭക്തജനങ്ങളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ദേവസ്വം അധികൃതരെയും അതുപോലെ തന്നെ VIP-കളും അടക്കമുള്ളവരാണ് ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് മകരജ്യോതി ദർശനത്തിന്, മകരവിളക്ക് ദർശനത്തിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളൂ. താഴെ ഈ സന്നിധാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി, വിവിധ താവളങ്ങളിലായി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായി, അതായത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനത്തിന് വേണ്ടി, മകരജ്യോതി തെളിയുന്നത് കാത്തിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളായി അയ്യപ്പ ഭക്തർ. സന്നിധാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പർണശാലകൾ കെട്ടിയും അവിടെ തന്നെ ആരതിയും അതുപോലെ തന്നെ കർപ്പൂരാഴിയും എല്ലാമായി അവർ ഭജന ഗീതങ്ങളുമായി ദിവസങ്ങളോളം ഇവരെ കാത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോഴും അത്തരം കാത്തിരിപ്പ് തന്നെയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ അവർ കാത്തിരുന്ന, ഒരു വർഷത്തോളം കാത്തിരുന്ന ആ പുണ്യമായ കാഴ്ചയ്ക്ക് വേണ്ടി, ഏറ്റവും നയനാനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായിട്ടുള്ള ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ അയ്യപ്പ ഭക്തരും. കണ്ണ് ഇതോടകം തന്നെ പൊന്നമ്പലമേട്ടിൽ നട്ടുകൊണ്ടാണ് ഓരോ അയ്യപ്പ ഭക്തരും ശബരിമല സന്നിധാനത്തും അതുപോലെ തന്നെ മറ്റിടങ്ങളിലെല്ലാം തന്നെ ഈ ദേവസ്വം ബോർഡ് സജ്ജമാക്കിയിട്ടുള്ള 10 വ്യൂ പോയിന്റുകളിലെല്ലാം കാത്തിരിക്കുന്നത്. കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ആ ദിവ്യ ദർശനത്തിന് വേണ്ടി. മണിക്കൂറുകൾക്കകം തന്നെ ആ ഒരു ഈ ഏതാണ്ട് 7 മണിയോടുകൂടി ആ ഒരു ദർശനത്തിൻ്റെ ആ ഒരു സായുജ്യമടയേണ്ട ആ നിമിഷത്തിലേക്ക് എത്തുന്ന ഓരോ നിമിഷം കടന്നു പോകുമ്പോഴും അത്യധികം ആകാംക്ഷരായി തന്നെ കാത്തിരിക്കുകയാണ് ഓരോ അയ്യപ്പ ഭക്തരും. നമുക്കറിയാം, ഒരു വർഷത്തോളം കാത്തിരുന്ന ഒരു കാഴ്ചയാണ് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവ്യ ദർശനം സാധ്യമാകുക എന്നുള്ളത്. ഏതാണ്ട് 5:15 കഴിഞ്ഞ ദിവസം പന്തളം വലിയ കോരിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള, ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ആ ഒരു ഘോഷയാത്ര, അതായത് തിരുവാഭരണ ഘോഷയാത്ര 5:15 ശരംകുത്തിയിൽ എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവിടെ നിന്ന് ദേവസ്വം അധികൃതർ ആ ഘോഷയാത്രയെ സ്വീകരിച്ച് ഇവിടേക്ക് കൊണ്ടുവരും, സന്നിധാനത്തേക്ക് കൊണ്ടുവരും. 18-ാം പടിയിലൂടെ തിരുവാഭരണം, അയ്യൻ്റെ തിരുവാഭരണം ശ്രീലകത്തേക്ക് എത്തും, ശ്രീകോവിലേക്ക് എത്തും. അവിടെ നിന്ന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങായിട്ടുള്ള സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യൻ്റെ ദീപാരാധനയാണ്. ആ ദീപാരാധന കാണുന്നതിന് വേണ്ടി 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്തിൻ്റെ വിവിധയിടങ്ങളിലായി കാത്തിരിക്കുന്നത്. അവർ ഈ ആ ഒരു ദീപാരാധന കാണുന്നതോടൊപ്പം തന്നെ പൊന്നമ്പലമേട്ടിൽ ആ ഏറ്റവും ദിവ്യ ദർശനം, ആ ഒരു മകരജ്യോതി തെളിയുന്ന ആ കാഴ്ച കാണുക എന്നുള്ളത്, മകരജ്യോതിയും മകരനക്ഷത്രവും തെളിയുന്ന ആ കാഴ്ച കാണുക എന്നുള്ളത് ഏറ്റവും ധന്യമായിട്ടുള്ള നിമിഷമാണ്. ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ. അക്ഷമരായി തന്നെ കാത്തിരിക്കുന്നു അയ്യപ്പ ഭക്തർ സന്നിധാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എന്ന് പറയാം. നമുക്കറിയാം, ഓരോ ദിവസവും വ്രതശുദ്ധിയോടുകൂടി കാത്തിരുന്നു കൊണ്ടാണ് ഓരോ അയ്യപ്പ ഭക്തനും ശബരിമലയിലേക്ക് എത്തിപ്പെടുന്നത്. തൻ്റെ അയ്യനെ ഒരു നോക്ക് കാണുവാനും ഒരു വർഷത്തെ തൻ്റെ പരാധീനതകളും അതുപോലെ തന്നെ സ്വപ്നങ്ങളും എല്ലാം തന്നെ പങ്കുവെക്കാനുമാണ് അയ്യപ്പ ഭക്തർ. വെറും നിമിഷങ്ങൾ മാത്രമാണ്, ഒരുപക്ഷെ ഒരു നിമിഷാർദ്ധങ്ങൾ മാത്രമാണ് ഓരോ അയ്യപ്പ ഭക്തനും ഈ ശ്രീലകത്ത് അയ്യപ്പ സ്വാമിയുടെ തിരുമുൻപിൽ ഒരുപക്ഷെ ഒരു നിമിഷാർദ്ധം മാത്രമേ ആ വിഗ്രഹത്തിന് മുമ്പിൽ ഓരോ അയ്യപ്പനും നിൽക്കാനുള്ളൊരു അവസരം ലഭ്യമാകുകയുള്ളൂ. ആ ഒരു നിമിഷാർദ്ധങ്ങൾക്ക് വേണ്ടി ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുക, ഒരു മണ്ഡലകാലം മുഴുവൻ നോറ്റ് കാത്തിരിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്കധികം ത്യാഗവും അത്രയ്ക്കധികം ഭഗവാനോടുള്ള നിർമ്മലമായിട്ടുള്ള ഭക്തിയും എല്ലാം പ്രകടമാകുന്ന ദിവസങ്ങളാണ് ഈ മണ്ഡലകമാല വ്രതം എന്ന് പറയുന്നത്. ആ വ്രതം നോറ്റ് ഈ മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി കാത്തിരുന്ന് അയ്യപ്പ ഭക്തർ പല വിധേന ശബരിമലയിലേക്ക് എത്തി, പലവിധ വഴിപാടുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ശബരിമലയിലേക്ക് എത്തി, കാൽനടയായി എത്തി. ആ ഏറ്റവും കഠിനമായിട്ടുള്ള കാനനപാതയെല്ലാം താണ്ടിയെത്തുന്ന അനേകം
അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തി ആ ഒരു നിമിഷാർത്ഥം മാത്രം അയ്യപ്പനെ കണ്ട് മടങ്ങുമ്പോഴുണ്ടാകുന്ന ആ ഒരു നിർവൃതിയുണ്ട്. ആ നിർവൃതിയിലേക്കാണ് ഓരോ ഭക്തനും ഈ ശബരിമല ദർശനത്തിലൂടെ ആ നിർവൃതിയുമാണ് നേടുന്നത്. അതുപോലെ തന്നെ ഈ കഠിനമായിട്ടുള്ള കാനനപാതയെല്ലാം പൂർത്തിയാക്കി ഈ ദർശനം സാധ്യമാക്കുമ്പോൾ ഉണ്ടാകുന്ന വേദ്യമാകുന്ന അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ അനുഭവം നൽകുന്ന ഉൾക്കാഴ്ചകളുണ്ട്. ആ ഉൾക്കാഴ്ചയെല്ലാമാണ് ഓരോ ശബരിമല തീർത്ഥാടന കാലവും ഓരോ ഭക്തന് സമ്മാനിക്കുന്ന ഏറ്റവും സവിശേഷമായിട്ടുള്ള അനുഭൂതി എന്ന് പറയുന്നത്. ആ അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. എത്ര തന്നെ വർണ്ണിച്ചാലും, എത്ര വലിയ മഹാകവികൾ അതിനെ എത്രയെല്ലാം മനോഹരമായ വാക്കുകൊണ്ട് വർണ്ണിച്ചാലും അത് പോരാതെ വരും. ഓരോ അയ്യപ്പൻ്റെയും മനസ്സിലുണ്ടാകുന്ന ആ അനുഭൂതിയെ വർണ്ണിക്കാൻ ഒരു കവിക്കും ആവില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കധികം മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയിലേക്ക് ഓരോ അയ്യപ്പ ഭക്തനും എത്തുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. ആ മകര സംക്രമവുമായി ബന്ധപ്പെട്ട് മകരവിളക്ക് തെളിയുന്ന കാഴ്ച കാണുക, അതുപോലെ തന്നെ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുക, അയ്യപ്പൻ്റെ ആ ഒരു തിരുസ്വരൂപം കണ്ട് നിർവൃതി അണയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ്. ഈ തിരുവാഭരണത്തോടു കൂടി ഇനിയുള്ള തുറന്ന 5 ദിവസം കൂടി അയ്യപ്പനെ കാണുവാനുള്ള ഒരു അവസരമുണ്ട്. ഏതായാലും ആചാരപ്രകാരമായിട്ടുള്ള ആ മുറകളെല്ലാം തന്നെ തെറ്റാതെ അതിൻ്റെ എല്ലാ പവിത്രതയോടും കൂടി തന്നെ സന്നിധാനം ആ ഒരു ഏറ്റവും പുണ്യമായിട്ടുള്ള കാഴ്ചയിലേക്ക്, ഏറ്റവും മനോഹരമായിട്ടുള്ള ശബരിമല സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും നമുക്ക് പറയാനാകും അയ്യൻ്റെ തിരുമുഖമാണ്. ഒപ്പം തന്നെ മകരജ്യോതി ദർശനമാണ്, മകരവിളക്ക് ദർശനമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. എല്ലാ ഖണ്ഡങ്ങളിലും ഒരേ സമയം സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള നാമം ഉയരുകയും പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഓരോ കണ്ണുകളിലേക്കും ആ ദിവ്യപ്രകാശം 3 തവണ മിന്നിമറയുമ്പോഴുണ്ടാകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതിക്ക് പാത്രമാകാൻ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾക്ക്, ഈ മണിക്കൂറുകൾക്കകം ആ തിരുവാഭരണ ഘോഷയാത്ര ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരും. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ആ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. ഉച്ചയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നില്ല. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ നടപ്പന്തലിന് മുന്നിൽ അരുൺ കൊടുങ്ങൂരും സന്നിധാനത്ത് കൊടിമരച്ചുവട്ടിൽ മിഥുൻ അയ്യപ്പനുമുണ്ട്.